ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണേ. നാളെ കുറച്ചധികം തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തേക്ക് പ്രെപ്പ് ചെയ്ത് വെക്കുകയാണ് സാരിയെല്ലാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സിസ്റ്റർ ഓഫ് ദ ബ്രൈഡിൻ്റെ സാരിയാണ്. സാരി അൽമാര എന്നാണ്. അൽമാര ബൈ പൊളിമോട്ടിൽ സിൽക്കിൻ്റെ സാരിയാണ്. ഒരു വൈൻ കളർ ഷെയ്ഡാണ് സാരിക്ക്. ഞാൻ കാണിക്കാം. ഇത് സാരിയുടെ ബാക്ക് വശമാണ്. സിൽക്ക് മാർക്കൊക്കെ ഉള്ളൊരു നല്ല സാരിയാണ്. ഈ ഷെയ്ഡിലാണ് സാരി വരുന്നത്. ഈ സാരി ഒരു സൈഡിലായിട്ട് തോളിലിടുന്ന പോലെ അടുക്കി കുത്താതെയുള്ള രീതിയിൽ ഡ്രൈപ്പ് ചെയ്യാനാണ് സിസ്റ്റർ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് സാരി ബ്രൈഡിൻ്റെ ആണ്. ഇറ്റ് ഈസ് ഫ്രം ജയലക്ഷ്മിയുടെ ഈ കവറായിരുന്നു. ബ്രൈഡിൻ്റെ സാരി എന്ന് പറയുന്നത് ഈ കളറാണ്. ഒരു ബ്യൂട്ടിഫുൾ സാൻഡിൻ്റെ ഒക്കെ പോലത്തെ ഒരു കളറ്. സാൻഡ് ഷെയ്ഡാണ്, പക്ഷേ ഒരു റിച്ച് ബേജ് കളറ്. ബ്രൈഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ട് നല്ല ഷെയ്ഡാണ്. ഇതിനേക്കാളും ഡാർക്കായിട്ട് പോയി കഴിഞ്ഞാൽ ബ്രൈഡ്സിന് ചേരില്ല കേട്ടോ. ഈ ഒരു കളർ ടോണിലെങ്കിലും നിൽക്കണം. ഇതാണ് ആ സാരിയുടെ വ്യൂ. കണ്ടോ, നല്ലൊരു ഷെയ്ഡ് സാരിയാണ്. ഇത് വേറൊരു ബ്രൈഡിൻ്റെ സിസ്റ്ററിൻ്റെ സാരിയാണ്. ഈ രണ്ട് കളർ സാരി എനിക്ക് തോന്നുന്നു ഇതൊരു മന്ത്രവടിക്കൊക്കെ ഉടുക്കാൻ പറ്റിയ പോലത്തെ ഒരു സാരി ലുക്കും, ഇത് ഒരു വെഡ്ഡിങ് സാരി ലുക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് രണ്ട് ബ്രൈഡ്സിൻ്റെ സാരിയാണ്. ഈ സാരി എന്ന് പറയുന്നത് ബ്രൈഡിന് ഫുള്ളായിട്ട് ഒരു സൈഡിൽ അടുക്കി ഉടുക്കുന്ന രീതിയിലാണ് ഇത് ഡ്രൈപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബിഹൈൻഡ് ദ സീൻസ് എല്ലാം റെഡിയാക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻസിൽ പറഞ്ഞേക്കണേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേ, ഇങ്ങനെ ഈ ബോക്സിൽ നല്ല അടിപൊളിയായിട്ടാണ് വരുന്നതെങ്കിലും ഈ ബോക്സിലെ പാടുകൾ കണ്ടോ, ഇങ്ങനെയുള്ള പാടുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ അയൺ റോളിങ്ങും ഡ്രൈപ്പിങ്ങും കഴിയുമ്പോൾ ഈ പാടുകളൊന്നുമില്ലാതെ സാരി ഫുള്ളായിട്ട് സ്മൂത്തായി കിട്ടും. അപ്പോൾ ഉടുത്ത് കഴിഞ്ഞാലുള്ള പെർഫെക്ഷനും അത് നല്ല കൂടുതലായിരിക്കും. കണ്ടോ, ഇങ്ങനത്തെ പാടുകൾ ഇത്തിരി കൂടുതലുണ്ടാവും ഇത് ബോക്സിലായിട്ട് വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സാരിയൊക്കെ ഒരുപാട് നാൾ കടയിൽ ഇരിക്കുവാണെങ്കിലും ഈ പാട് വെരി ഡീപ്പായിരിക്കും. ഇച്ചിരി കൂടുതൽ പാടുണ്ടായിരിക്കും. അന്നേരം സ്റ്റീം അയൺ ചെയ്താൽ മാത്രമേ ഈ പാട് മുഴുവൻ പോവുള്ളൂ. ഈ അയൺ ബോക്സിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന സ്റ്റീമിലാണ് ഈ സാരി മുഴുവനായിട്ട് തേക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ബോക്സിലിരുന്ന പാട് നന്നായിട്ട് പോകത്തുള്ളൂ. ഓരോ സെക്ഷൻ വൈസ് സ്റ്റീം അയൺ ചെയ്തിട്ട് ഈ റോൾ ചെയ്തെടുക്കും ഈ സാരി. വീട്ടിൽ ചെയ്യുകയാണെങ്കിലും ഇത് തേച്ചിട്ട് മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ പോവും. അതിന് ഈ റോളർ എന്തായാലും വേണം. റോളർ ചെയ്താലേ പിന്നെ ഈ സാരി ചുളുങ്ങാതെ ഇരിക്കുള്ളൂ. ഇങ്ങനെ സാരി ഫുള്ള് തേച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ സാരിക്കും ഈ ഇതുപോലത്തെ ഈ പ്ലീറ്റ്സില്ലേ, തുമ്പത്തെ എക്സ്ട്രാസ് രണ്ട് സൈഡിലും വരാറുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ചെടുക്കണം. ഏതാണ് മുന്താണി, ഏതാണ് സ്റ്റാർട്ടിങ് എന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഈ സാരി സിംഗിൾ പ്ലീറ്റ് ആണെങ്കിലും ഉടുത്ത് വരുമ്പം അതിൻ്റെ പ്ലീറ്റ്സ് ഒരു 4-5 എണ്ണം സൈഡിലായിട്ട് വന്ന പോലെയാണ് ഞാൻ ഇതിന് പ്ലീറ്റ്സ് എടുക്കുന്നത്. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഈ സൈഡിൽ. ചിലർ ചോദിക്കും ഈ സാരി ഇങ്ങനെ സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഇടണമെങ്കിൽ അയൺ ഡ്രൈപ്പ് ചെയ്യണമെന്ന്. പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും സിംഗിൾ ആയിട്ടാണെങ്കിലും ഫുള്ളാണെങ്കിലും അയൺ ഡ്രിപ്പ് ചെയ്താൽ ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഞാൻ പറയും സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ അയണിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൈഡിലായിട്ട് സാരിയുടെ ഫ്ലീറ്റ്സ് ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ അതിൽ ഫുള്ള് മടക്കുപാടാണെങ്കിൽ അതൊരു ഭംഗിക്കുറവാണ്. അതിൽ കുറച്ചുകൂടി ബെറ്റർ സാരി ഫുള്ളായിട്ട് അടുക്കി ഇടുകയാണെങ്കിൽ അത്രയും മടക്കുപാടുണ്ടെങ്കിൽ അത് അറിയില്ല. പക്ഷേ ഫോർ ബോത്ത് ഇത് ചില സാരിക്ക് ഭയങ്കര കട്ടി ഉണ്ടാവും, നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ നിൽക്കാത്ത പോലെ സ്റ്റിഫായിട്ട്. അങ്ങനെ കട്ടികൾ നല്ല കൂടിയ റേഞ്ചിലേക്കുള്ള സാരിക്കും അങ്ങനത്തെ ഭയങ്കര കട്ടിപ്പ് വരാറുണ്ട്. പക്ഷെ ചില പോളിസ്റ്റർ മിക്സ് ഉള്ള സാരിക്കും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നേരത്തെ ഇങ്ങനെ തേച്ച് അയൺ ഡ്രൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട് കൊടുക്കുക. ഞാനിങ്ങനെ സാരി എപ്പോഴും ഹാങ് ചെയ്തിട്ടാണ് പിടിക്കുക. ഇതുപോലെ ഇത്രയും പ്ലീറ്റ്സ് സൈഡിൽ കിട്ടുന്ന പോലെ ഒരു 4-5 പ്ലീറ്റ്സ് സൈഡിൽ കിട്ടുന്ന പോലെ ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എവിടം വരെ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഞാൻ ഈ പിന്ന് കൂടിയിട്ട് വെക്കും. ഇനി താഴത്തേക്ക് കൂടിയിട്ടുള്ള പ്ലീറ്റ്സും കൂടി എടുത്തിട്ട് കാണിക്കാം.
9 പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സെൻറ്റർ പ്ലീറ്റ് ആയിട്ട് ഈ 9 പ്ലീറ്റ്സ്. ഇതും കൂടി എടുത്ത് നമുക്ക് ഹാങ്കറിൽ ഇട്ടിട്ട് ഒന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പിൻ ചെയ്ത് എടുത്തിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ കൊണ്ടോ. ഈ സാരിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കുറച്ച് എഴുതും വരെ മാത്രമേ ഞാൻ അലൈൻ ചെയ്ത് വിട്ടിട്ടുള്ളൂ. ബാക്കിയും കൂടി എനിക്ക് തോന്നാറുണ്ട് പിന്നെ അധികമായിട്ട് കുത്തുമ്പോൾ ഈ ഫ്ലഫി പ്ലീറ്റ്സിനെ അതിനെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു കുറച്ചൊരു കാൽഭാഗത്ത് മാത്രമേ പിൻ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റിൽ വരുമ്പം ഈ സ്പേസിങ് കറക്റ്റായിരിക്കും. പിന്നെ കുറച്ച് ഈ ഒരു താഴെ വരെയുള്ള ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീതിയിൽ വിരിച്ചു വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നല്ല ഷേപ്പിൽ സാരി ഇരിക്കും. ഇതാണ് ലാസ്റ്റായിട്ട് സാരിയുടെ ഫ്ലീറ്റ്സിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പം വിരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ ഭാഗം. ആ താഴത്തേക്ക് അതിൻ്റെ ഗ്യാപ്പ് കൂടി വരും. ഇപ്പോൾ ഷേപ്പിൽ കുറച്ചുകൂടി ഷേപ്പിലായിട്ട് സാരി ട്രിപ്പ്. അങ്ങനെ നമ്മുടെ സാരിയുടെ താഴത്തെ ഭാഗം ഇങ്ങനെയായിട്ട് നമ്മുടെ സാരി പ്ലീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. സെൻറ്റർ പ്ലീറ്റ് സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഇടുമ്പോൾ അതിൻ്റെ കറക്റ്റ് നമ്മൾ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് മുകളിലേക്ക് ഇവിടെ നല്ല തേച്ചിട്ട് അപ്പോൾ ഇൻ പ്ലേസിൽ നടന്നാലും ഒന്നും പോകത്തില്ല. അത് കറക്റ്റായിട്ട് നിൽക്കും. ഇത് ഹാങ്കറിലാക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് ബോക്സിൽ ചെയ്ത് വെക്കുന്നതിനേക്കാളും സേഫാണ് ഹാങ്കറിൽ വെക്കുന്നത്. ഇനി നമുക്ക് ഈ സാൻഡ് കളർ സാരി ഉണ്ട്. ഇത് ഫുള്ളി റോൾ ചെയ്തത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് അലൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലീറ്റ്സ് ഫുള്ള് എടുത്തിട്ടോ 2 സൈഡിലായിട്ട്. ഇനി സെൻറ്റർ പ്ലീറ്റ്സ് എടുത്തിട്ട് ഡ്രേപ്പിങ് കൂടി ചെയ്യാം. ഇതുപോലെ ഫുള്ള് അലൈൻ ചെയ്തെടുത്തു. ഇനി കൊണ്ടുപോയി തേച്ചിട്ട് വരാം. ഒന്ന് പിന്നുകൊണ്ട് എടുത്ത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫുള്ള് ഭംഗിയിരിക്കുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റ് എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അയണർ നല്ല ചൂടായിട്ട് ഈ പട്ട് സാരിയിലേക്ക് ചെയ്യുമ്പം ഈ അലൈൻമെൻറ്റ് ഒട്ടും തെറ്റാതിരിക്കുക. എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ സാരി ഉടുത്തു കഴിഞ്ഞിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മെഷറിൽ എല്ലാ ലൈൻസും എല്ലാ ഫ്ലീറ്റ്സും വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ നല്ലൊരു ചൂട് വെച്ചിട്ട് ഇത് തേച്ച് നല്ല കറക്റ്റ് പൊസിഷനിലാക്കി എടുക്കുന്നത്. അതുപോലെ പിന്നൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ചില ആൾക്കാർ ഇത് തേച്ച് സാരിയുടെ ബാക്കിലേക്കും പിന്നെ നടുക്കത്തെ പ്ലീറ്റ്സ് വരെ ഇത് തേച്ച് എത്താറുണ്ട്. ഇത് ഒരുപാട് നീളം തേച്ചാലും അതിൻ്റെ ഒരു ഭംഗി കുറയും. ഈ പ്ലീറ്റ്സ് ആണ് തേച്ച് പുറകിലേക്ക് വരുന്നതെങ്കിലും കാഴ്ചയിൽ അത് ചുളുക്കായിട്ട് തോന്നും. ഇപ്പോൾ ഫ്രണ്ടിൽ ചെസ്റ്റ് പാർട്ട് തേച്ച് കഴിഞ്ഞു. ഇനി സെൻറ്റർ പ്ലീറ്റ്സ് ചെയ്യാനാണ്. ആദ്യം തന്നെ ആ ഓർഡർ വൈസ് പ്ലീറ്റ്സ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ടിട്ടാണ് സെൻറ്ററിലെ പ്ലീറ്റ്സ് എല്ലാം എടുക്കുന്നത്. സെൻറ്ററിൽ ഈ നടുക്കത്തെ ഈ ഭാഗം എപ്പോഴും ഫ്ലഫിയർ ആയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും ഒരു തേപ്പ് പെട്ടി കൊണ്ട് നല്ല ചൂടുള്ള ഇത് കൊണ്ടാണെങ്കിലും അധികം തേച്ച് വടിയൊത്തതാക്കാതെ അതിനൊരു ഏറിയായിട്ട് ഈ പ്ലീറ്റ്സ് നിൽക്കുന്ന പോലെയാണ് ഈ സാരിയിൽ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പ്ലീറ്റ്സ് ഒക്കെ. താഴെ നല്ല ഫ്ലഫി ആയിട്ടും മുകളിൽ നല്ല തേഞ്ഞ പോലത്തെ രീതിയിലുമാണ്. താങ്ക് യു so much for watching. Hope you all enjoyed it. See you in the next video.